പ്രക്ഷോഭങ്ങളിൽ സ്വകാര്യ മുതൽ നശിപ്പിക്കുന്നത് പൊതുമുതൽ നശീകരണത്തിന് തുല്യമാക്കി സംസ്ഥാന സർക്കാർ ഓർഡിനൻസ് പുറത്തിറക്കി. വീടുകൾ, പാർട്ടി ഓഫീസുകൾ, കച്ചവട സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെതിരായ അക്രമം തടയാനാണ് സ്വകാര്യ സ്വത്തുക്കൾ നശിപ്പിക്കൽ തടയൽ ഓർഡിനൻസ് സർക്കാർ കൊണ്ടുവന്നത്. അക്രമത്തിന് നേതൃത്വം നൽകുന്നവരിൽ നിന്ന് തന്നെ നഷ്ടപരിഹാരം ഈടാക്കുന്ന തരത്തിലാണ് ഓർഡിനൻസ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമല കർമ്മസമിതി കഴിഞ്ഞ ദിവസം നടത്തിയ ഹർത്താലിൽ വീടുകൾ, പാർട്ടി ഓഫീസുകൾ, കച്ചവട സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെതിരെ വ്യാപകമായ അക്രമമാണ് നടന്നത്. ഈ സാഹചര്യത്തിലാണ് പുതിയ ഓർഡിനൻസ് ഇറക്കാൻ സർക്കാർ തീരുമാനിച്ചത്. സ്വകാര്യ മുതൽ നശിപ്പിക്കുന്നത് പൊതുമുതൽ നശിപ്പിക്കുന്നതിന് തുല്യമാക്കി കർശന നടപടി സ്വീകരിക്കുന്ന ഓർഡിനൻസിനാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയത്. ഇതോടെ പാർട്ടി ഓഫീസുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും നേരെ ഉണ്ടാകുന്ന അക്രമങ്ങൾ പൊതുമുതൽ നശീകരണമായി കണക്കാക്കും. വർഗീയ സംഘർഷത്തിന്റെ ഭാഗമായിട്ടായാലും ഹർത്താലിന്റെയും ബന്ദിന്റെയും മറ്റും ഭാഗമായിട്ടായാലും സ്വകാര്യ സ്വത്തുക്കൾ നശിപ്പിക്കുന്നത് പൊതുമുതൽ നശിപ്പിക്കുന്നതിന് സമാനമായ കുറ്റമെന്ന നിലയിലേക്ക് കൊണ്ടുവരികയാണ്. നഷ്ടപരിഹാരം അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരിൽ നിന്ന് തന്നെ ഈടാക്കുന്നതിനുള്ള ഇടപെടലും ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നുണ്ട്. സ്ഫോടക വസ്തുക്കളോ തീയോ ഉപയോഗിച്ച് നാശനഷ്ടമുണ്ടാക്കുന്നവർക്ക് ജീവപര്യന്തം വരെ തടവോ അല്ലെങ്കിൽ 10 വർഷം വരെ തടവും പിഴയുമോ വിധിക്കാൻ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. നിയമത്തിൽ പറയുന്ന കുറ്റം ആരോപിക്കപ്പെടുന്നവർക്ക് ജാമ്യം ലഭിക്കുന്നതിന് കർശന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി. സ്വത്തുക്കൾക്കുണ്ടാകുന്ന നഷ്ടത്തിന്റെ പകുതി തുക ബാങ്ക് ഗ്യാരണ്ടി നൽകിയാലോ കോടതിയിൽ പണം കെട്ടിവെച്ചാലോ മാത്രമേ ജാമ്യം ലഭിക്കൂ. സർക്കാർ അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് പ്രകാരമായിരിക്കും സ്വത്തുക്കളുടെ നഷ്ടം കണക്കാക്കുന്നത്. സേഫ് സൈനുൽ അബ്ദീൻ, മീഡിയ 1, തിരുവനന്തപുരം.